മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും ആവേശത്തോടെ കണ്ട് ആസ്വദിച്ച അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്ത സിനിമയാണ് എമ്പുരാൻ. ഈ ചിത്രം മലയാള സിനിമാ ചരിത്രത്തിൽ ഉണ്ടാക്കിയ വിവാദമൊക്കെ നമ്മൾ കണ്ടതാണ്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആഗോള തലത്തിലുള്ള കളക്ഷൻ 165 കോടിയാണ് എമ്പുരാൻ നേടിയിരുന്നത് എന്നാണ് വാദം. ഇതു മലയാള സിനിമാ ചരിത്രത്തിൽ സർവകാല റെക്കോർഡാണ്. ഇന്ത്യയിലെ മറ്റു ഭാഷകളിലും ഇതൊരു ചരിത്രമാണ്. അതായത് ഇന്ത്യൻ ചരിത്രമാണ് എമ്പുരാൻ എന്നായിരുന്നു ആ സമയത്ത് വന്നിരുന്ന വാർത്തകൾ. മാർച്ച് 27-നാണ് എമ്പുരാൻ പ്രദർശനത്തിനെത്തിയത്. പിന്നീടുണ്ടായ വിവാദങ്ങൾ ചിത്രത്തിന്റെ കളക്ഷനിൽ വൻ കുതിപ്പാണ് ഉണ്ടാക്കിയത്. അത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, എമ്പുരാനിൽ നിന്ന് ചിത്രങ്ങളിൽ നിന്ന് റീസെൻസറിങ് എന്നുള്ള ആശയം പുറത്തു വരുന്നു. പിന്നീട് സിനിമയിലുള്ള വില്ലന്റെ പേര് മാറ്റുന്നു, പല സീനുകളും കട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു റീസെൻസിങ് വലിയൊരു വിവാദം ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു എമ്പുരാൻ എന്നത്. അത് കേരളത്തിൽ നിന്ന് മാത്രം 5 ദിവസമാകുമ്പോഴേക്കും 50 കോടി കളക്ട് ചെയ്തു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് പുറത്തു നിന്നത് 85 കോടി രൂപയാണ് ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കളക്ട് ചെയ്തത്. അതൊക്കെ വലിയൊരു ഊർജമായിരുന്നു പല മോഹൻലാൽ ഫാൻസിനും പൃഥ്വിരാജ് ഫാൻസിനും. നമുക്കറിയാം, ആ സിനിമയുടെ ഉള്ളറകളും മറ്റും ഇതിനോടകം പല മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ്. അപ്പം നമുക്കറിയാം, പൃഥ്വിരാജ് എന്നുള്ള ഒരു സംവിധായകനെ സംബന്ധിച്ച് എമ്പുരാൻ വലിയൊരു നേട്ടമായിരുന്നു. മോഹൻലാൽ എന്ന നടന് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും പക്ഷെ വല്ലാതെ അങ്ങ് ബാധിച്ചിരുന്നില്ല. സിനിമ നന്നായിട്ട് ഓടിയ ഒരു സിനിമ തന്നെയാണ്. അങ്ങനെ 2025 ആദ്യ പകുതി, നമുക്കറിയാം 6 മാസങ്ങൾ കഴിഞ്ഞു. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒരു മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വിവിധ ഭാഷകളിലായിട്ട് ഈ വർഷം ആദ്യ 6 മാസങ്ങളിൽ എത്തിയ സിനിമകൾ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് 5723 കോടി വരും. അതായത് ഇന്ത്യൻ കളക്ഷനാണ്, ഇന്ത്യൻ ബോക്സ് ഓഫീസ് കണക്കുകളാണ് പറയുന്നത്. അതായത് നമ്മൾ കണ്ടു, 5 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം എമ്പുരാൻ നേടിയത് 50 കോടി രൂപയാണ്. ഈ വാർത്തയ്ക്ക് മുൻപ് നമ്മൾ പറഞ്ഞതാണ് ആ കാര്യം. അപ്പോൾ ഇപ്പോൾ ആ കളക്ഷൻസ് ഒക്കെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്ന സമയത്ത് എമ്പുരാൻ നിൽക്കുന്നത് 10ാം സ്ഥാനത്താണ്. അതിലേറെ അതിശയം എന്ന് പറയുന്നത് തുടരും എന്ന സിനിമയും കഴിഞ്ഞാണ് എമ്പുരാനുള്ള സ്ഥാനം. എമ്പുരാൻ റിലീസ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് നടന്ന പോരാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് അങ്ങനെ തന്നെ പറയണം. അതായത് ഇന്റർവ്യൂസും മറ്റും എല്ലാം വളരെ ചർച്ച ചെയ്ത് അങ്ങനെ വന്ന ഒരു സിനിമയാണ്. നമുക്ക് തുടരും എന്ന സിനിമയെ കവർ ചെയ്യാൻ ഇന്ത്യയിൽ അതിന് പറ്റിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 14% അധികമാണ് ഈ തുക എന്നാണ് പറയുന്നത്. അതായത് 5723 കോടി എന്നത് പറയുന്നത് 14% കൂടുതലാണ്. ഈ ഒരു വാർത്ത വളരെ വിശദമായിട്ട് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 17 ചിത്രങ്ങളാണ് 100 കോടി ക്ലബിൽ നേടിയത്. അതായത് ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതായത് 2024 ആദ്യ പകുതിയിൽ 10 ചിത്രങ്ങൾ മാത്രമായിരുന്നു. അതാണ് ഇക്കുറി മാറി മറിഞ്ഞത്. ഈ നേട്ടം വലിയൊരു നേട്ടമാണ്. നമുക്കറിയാം, സിനിമ എന്നത് വളരെ വലിയൊരു എഫേർട്ടിന്റെ ഫലമാണ്. അത് അത്രയും ആളുകളുടെ, ഒരാളല്ല ഒരുപാട് ആളുകളുടെ. അപ്പോൾ പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പ്രസിദ്ധീകരിച്ചതാണ് ഈ കണക്കുകൾ. ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി ക്ലബ്ബുകളിൽ ഇടം പിടിച്ച 17 ചിത്രങ്ങൾ ഈ വർഷം ആദ്യ 6 മാസം സംഭവിച്ചെങ്കിൽ 250 കോടി കടന്ന ഒരേ ഒരു ചിത്രമേ ഉള്ളൂ. അത് ബോളിവുഡ് ചിത്രമായ ചാവയാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 693 കോടി രൂപയാണ് സിനിമ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടി ഗ്രോസ് നേടിയ ചിത്രങ്ങളുടെ പട്ടിക പറയുകയാണ്. ഇനി ആദ്യ 1ാം സ്ഥാനമുള്ളത് ചാവയ്ക്കാണ്, 693 കോടി. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു തുടരും എന്നത് നേടിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് മാത്രം 144 കോടിയാണ്. എമ്പുരാൻ നേടിയിട്ടുള്ളത് 126 കോടി രൂപയാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ 10ാം സ്ഥാനത്താണ് എമ്പുരാൻ നിൽക്കുന്നത്. ഇതാണ് ശരിക്കും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്ക്. നമുക്കറിയാം, എമ്പുരാൻ ഇറങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വന്ന വാർത്തകൾ 250 കോടി ക്ലബിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം അത്ര കിട്ടി, വിദേശത്ത് നിന്ന് ഇത്ര കിട്ടി, ഒരുപാട് കണക്കുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനെല്ലാം പൊളിച്ചെഴുതുന്നതാണ് സത്യത്തിൽ ഇന്നലെ വന്ന ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സിനിമ റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് US-ൽ നിന്ന് 16 ഷോകളിൽ നിന്ന് ചിത്രം നിലവിൽ വിറ്റിരുന്നത് 735 ടിക്കറ്റുകളാണ്. കാനഡയിൽ 24 ഷോകളിൽ 3253 ടിക്കറ്റുകൾ വിറ്റിരുന്നു. കാനഡയിലൊക്കെ സ്ക്രീൻഷോട്ടുകൾ സഹിതം മീഡിയ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 11 ലൊക്കേഷനുകളിലായി 40 ഷോകളാണ് പല വിദേശ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ചിത്രം ഇതിനോടകം തന്നെ $1,100,000 നേടി എന്നായിരുന്നു കണക്കുകൾ പുറത്തു. അത് ഇന്ത്യക്ക് പുറത്താണ്. ഇന്ത്യൻ കറൻസിയിലേക്ക് ഇത് മാറ്റുമ്പോൾ 87.7 ലക്ഷം രൂപയാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരുപാട് കണക്കുകൾ നിരത്തിക്കൊണ്ട്
വന്ന കണക്കുകളാണിത്. കളക്ഷനിൽ 48 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയ ഏക മലയാള ചിത്രം എന്ന ചരിത്രവും എമ്പുരാന് അന്ന് പകർന്നു കൊടുത്തിരുന്നു. അങ്ങനെ സിനിമയിൽ നമ്മൾ മുമ്പേ പറഞ്ഞു 17ലധികം രംഗങ്ങൾ ഒഴിവാക്കി വിവാദങ്ങൾ സൃഷ്ടിച്ച സിനിമ. അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്ത് 250 കോടി ക്ലബിൽ ഒരു 10 ദിവസം കൊണ്ട് കയറി എന്നുള്ള വാർത്തകൾ പോലും വന്നതാണ്. ഇപ്പോൾ സിനിമയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 10ാം സ്ഥാനത്താണ്. ആകെ ഇന്ത്യയിൽ നിന്ന് നേടിയിട്ടുള്ളത് 126 കോടി രൂപയാണ്. അതായത് പുറത്തു വന്ന കണക്കുകളിൽ ഒക്കെ കള്ളങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. അത് മുൻപും പല മാധ്യമങ്ങളും ചർച്ച ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണക്കുകൾ തെറ്റിയിട്ടുണ്ട്, എവിടെയോ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ്.